തലേ രാത്രി യൂണിഫോം അയൺ ചെയ്ത് വെക്കാത്തതുകൊണ്ട് രാവിലെ തന്നെ അത് അയൺ ചെയ്യാണ്. ഇപ്പോൾ വാതിലുറന്ന് മുറ്റത്തേക്ക് നോക്കുമ്പോൾ പഴയ കാലം ഓർമ്മ വരും കേട്ടോ. കാരണം പണ്ട് എൻ്റെ വീട് ഇങ്ങനെയാണ്. അല്ല, ഫസ്റ്റ് മുറ്റം മണ്ണായിരുന്നു. അത് പിന്നെ പുല്ല് പറിച്ച് കുഴങ്ങിയപ്പോൾ കോൺക്രീറ്റ് ഇട്ടപ്പോൾ മഴക്കാലമായപ്പം ഭയങ്കരമായിട്ട് വൈക്കൽ. അങ്ങനെ പിന്നെ ഈ ചരലിട്ടപ്പം പൂച്ചകൾ നല്ല രീതിയിൽ പണി തന്ന്. അങ്ങനെ ലാസ്റ്റ് ഓപ്ഷൻ ഇനി ഇൻ്റർലോക്ക്. ഇതിപ്പോൾ റിനോവേഷൻ്റെ ഭാഗമായിട്ട് ഇളക്കിയെടുത്തതാണ്. ഇതന്നെ റീയൂസ് ചെയ്യും, ഒന്ന് പോളിഷ് ചെയ്തിട്ട് കേട്ടോ. ഭയങ്കരമായിട്ട് മഴയും വെയിലും അടിക്കണോണ്ട് തന്നെ ഫ്രണ്ടിൽ ഉയർത്തി ഷീറ്റ് ഇട്ടിട്ടുണ്ടായിന്. റിനോവേഷൻ്റെ ഭാഗമായിട്ട് അതും റിമൂവ് ആക്കിയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പത്തിരിയാണ്. അപ്പോൾ അത് ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. ദോക്ക് തേങ്ങാപ്പാൽ വേണമെന്ന് പറഞ്ഞപ്പോൾ പത്തിരിക്ക് കുറച്ച് തേങ്ങാപ്പാലും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് നടക്കുന്നുണ്ട്. പത്തിരിക്ക് കോംബോ ആയിട്ട് ഇന്ന് മുട്ടക്കറിയാണ്. പക്ഷേ ഞാൻ ഈ മുതിരൻ്റെ ഉപ്പേരി ഇഷ്ടമുള്ളതുകൊണ്ട് പത്തിരി മുതിരക്കറിയല്ല മുതിര ഉപ്പേരിയാണ് തിന്നത്. ദോക്കുന്ന ലഞ്ചിന് പത്തിരി മതി എന്ന് പറഞ്ഞപ്പോൾ പത്തിരിയും കറിയൊക്കെ ആക്കി കൊടുത്ത്. പൊതുവേ ബോയിൽ ചെയ്ത മുട്ടയൊന്നും അവൾ കഴിക്കലില്ല. ഇതിപ്പോൾ ആരോ സ്നാക്സിന് മുട്ട കൊണ്ടുവന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഇന്നിപ്പം ഓക്ക് സ്നാക്സിന് മുട്ട മതി എന്ന് പറഞ്ഞപ്പോൾ അതും ബോയിൽ ചെയ്ത് സെറ്റാക്കി കൊടുത്തിന്. പിന്നെ ഓളൊന്ന് ഫ്രഷാക്കി ഹെയറൊക്കെ ഒന്ന് വാർന്നു കൊടുത്ത് ഓളെ റെഡിയാക്കി നിർത്തിയാണ്. അങ്ങനെ ഓള് പോയി. ഇനിയിപ്പോൾ കിച്ചണൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫുഡും കഴിച്ച് നമുക്ക് വർക്കിനിരിക്കാം. അപ്പോൾ ഇന്ന് കഴിക്കാൻ ചോറും മുതിരപ്പേരിയും നാരങ്ങച്ചാറും മത്തി പൊരിച്ചതൊക്കെയാണ്. കറി ഉണ്ടായിരുന്നു, ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് ഈ മുതിരൻ്റെ ഉപ്പേരി നല്ല ഇഷ്ടമായതുകൊണ്ട് കറിയൊന്നും വേണ്ട. പിന്നെ കുറിക്കാൻ കുറച്ച് മിക്സ്ചർ കൊടുത്തിട്ട് ഞാൻ വർക്കിനിരുന്ന്. ഇവിടുത്തെ റിനോവേഷൻ വർക്ക് കഴിയണമെങ്കിൽ അത്യാവശ്യം ടൈം എടുക്കും. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ തൽക്കാലം വേറൊരു വീട്ടിലോട്ട് ഷിഫ്റ്റ് ആകുന്നുണ്ട്. അപ്പോൾ അലമാരൊക്കെ ഒഴിച്ചപ്പോൾ വെഡിങ് ഡ്രസ്സൊക്കെ കിട്ടിയപ്പോൾ അതൊക്കെ നോക്കിയിട്ടൊന്ന് ഓർമ്മയായ വർക്ക്. അപ്പോൾ ദൂരെ വരാനായപ്പോൾ ഒക്കെ ജസ്റ്റ് പഴം വാട്ടി വെച്ചിട്ട് ഓളെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഓള് വന്ന് വൈകുന്നേരം ആവോളം ഓരോന്ന് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യാണ്ടായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് അടിച്ചു വാരി തുടക്കൽ കഴിഞ്ഞാൽ വിശപ്പിൻ്റെ വിളി ഓടി വരും. അതിപ്പോൾ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും രാത്രി ആയാലൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ചോറൊക്കെ കഴിച്ച് ദുവാനെ കുറച്ച് നേരം പഠിപ്പിച്ചതിന് ശേഷം ഞാനും ഓളൊരു ഓറഞ്ച് കഴിച്ച് ഞങ്ങൾ രണ്ടാളും സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഓക്കെ, ബായ്.